ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ റീമേക്ക് വുഡ് ലോകത്തിലുള്ള എല്ലാ പടവും എടുത്ത് റീമേക്ക് ചെയ്ത് നശിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നാൽ ഈ പ്രാവശ്യം ഒന്ന് വെറൈറ്റി പിടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക തരം വെബ്സൈറ്റിൽ നിന്നൊക്കെ കിട്ടണ കഥയൊക്കെ എടുത്തിട്ട് പടച്ചൊരു ബോംബിനെ കുറിച്ചാണ്. കൊച്ചു പിള്ളേർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണിച്ചിട്ട് പോടേ. പടം തുടങ്ങാൻ തന്നെ ഒരു അപരാധ മോനും അപരാധി മോളും കൂടി അപരാധിക്കുന്നത് കാട്ടിയിട്ടാണ് പടം തുടങ്ങുന്നത്. ബെസ്റ്റ് തുടക്കം. പിന്നെ റൂമിക്ക് അവന്റെ വൈഫ് അങ്ങോട്ട് വരും. എന്നിട്ട് എടാ നീ ഇവിടെ കുലുക്കി സർബത്ത് അടിച്ചോണ്ടിരിക്കണോ, ഈ വീടൊക്കെ ഇപ്പൊ പൊളിഞ്ഞു പോവല്ലോ എന്നൊക്കെ ചോദിക്കും. പിന്നെ അവൾ ആ റൂമിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോന്ന് ഇങ്ങനെ നോക്കും. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മളിങ്ങനെ വെറുപ്പിക്കും. തലയിൽ 2 മുല്ലപ്പൂ കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ അവാർഡ് നമുക്ക് ഇപ്പൊ തന്നെ ഉറപ്പിക്കായിരുന്നു. പിന്നെ ഇവള് പോയതിന് ശേഷം അയാൾ ആ തലോണി എടുത്തിട്ട് അതിന്റെ സിബ് അഴിക്കും. അപ്പൊ അവിടെ പെണ്ണ് എന്താ നിങ്ങൾ ആരും ചിരിക്കാത്തത്? ഞങ്ങൾ കോമഡിയാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഈ താടിയുടെ പണി എന്നിട്ടാന്നറിയോ, യുണൈറ്റഡ് കിങ്ഡം का बेस्ट मास्टर मीटर हो। तू समझा? हाँ नहीं तू समझा नहीं। സംഭവം എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളെ ചാമ്പാൻ വേണ്ടി ട്രെയിൻ ചെയ്യുന്ന ഒരു ചാമ്പൽ വിദഗ്ധനാണ് ഈ താടി. बेस्ट അയക്ക പറ്റിയ പണി അതാ. പിന്നെ ആ താടി ഓരോന്ന് കാട്ടിയിട്ട് ആ VFX പുലി മൂടാവും. ഏതോ നീലക്കോയിലിന്റെ ഓണറാന്ന് തോന്നുന്നത് ഇത് കോമഡി ആക്കിയിട്ട് എഴുതി പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. हिस्ट्री क्रिएट होने वाली है। पहली बार शेर का इंसान के साथ अब मिलन होने वाला है। എന്തൊക്കെയാണ് ഈ പേട്ടപ്പടത്തിൽ നടക്കണേ? എന്തൊക്കെ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് താടിയുടെ കൂട്ടുകാരനായിട്ടുള്ള വിവേക് ഓബ്രോയിനെ കാണിക്കും. മൂപ്പരെ വേണ്ടത്ര ബോളിവുഡ് യൂസ് ചെയ്തിട്ടില്ല എന്ന് പലവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പടത്തിൽ മൂപ്പരെ യൂസ് ചെയ്ത് യൂസ്ലെസ് ആക്കി വിട്ടിട്ടുണ്ട്. ബോളിവുഡ് ഇങ്ങനെ എത്ര യൂസ് ചെയ്ത് സ്ഥിതിക്ക് നമുക്ക് തൽക്കാലത്തേക്ക് ഇങ്ങനെ യൂസ് എണ്ണാന്ന് വിളിക്കാം. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം, തള്ളക്ക് വിളി ഒഴിച്ച്. ഇങ്ങനെ കാണിക്കുമ്പോ തന്നെ ഒരു നല്ല ക്രിഞ്ച് കോമഡി ഉണ്ട്. ഇങ്ങനെ ഒരു തല്ലി പൊളിഞ്ഞ് കാറ് ലേലത്തിൽ വെക്കും. എന്നിട്ട് അത് $5 മില്യൺ വേണമെന്ന് പറയും. അപ്പൊ അവിടെയുള്ള സായിപ്പന്മാര് എന്താണ് ഇതിന് ഇത്ര പ്രത്യേകത എന്ന് പറയും. അപ്പൊ ഇത് 10 പ്രാവശ്യം ഇടിച്ചിട്ടുണ്ട്. 10 പ്രാവശ്യം ഇടിച്ചപ്പോ വൈഫ് മാത്രമേ ചത്തുള്ളൂ, അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയും. പിന്നെ അവിടെ വെച്ച് ഇങ്ങനെ ഒരു മദാമേനെ കാണും. മദാമയ്ക്ക് നമ്മുടെ യൂസ് അണ്ണനെ കാണുമ്പോ എന്നെ യൂസ് ചെയ്യാൻ തോന്നും. അപ്പൊ എന്നെ നമ്മുടെ അണ്ണന്റെ ടൈ ഒക്കെ പൊന്തും. ഈ പടത്തിനാണ് ഇത്ര നാളും നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്? ഇതൊന്നും 2 കളി കളിക്കാനാ? ആ കാറിൻ്റെ അകത്ത് കിടന്നിട്ട് ഇത് കാണണോ? പിന്നെ അവിടെ വെച്ചിട്ട് നമ്മുടെ യൂസ് അണ്ണന്റെ വൈഫ് ഫോൺ ചെയ്യും. അവള് നമ്മുടെ യൂസ് അണ്ണന്റെ ഫോട്ടോ ഒക്കെ ഉള്ള ഡ്രസ്സൊക്കെ ഇടാ. സ്നേഹം കൊണ്ടാ. പിന്നെ അവള് നമ്മുടെ അണ്ണൻ ആരും യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അണ്ണന്റെ ഫോണിൽ ഒരു ട്രാക്കർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ അണ്ണൻ ആരെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ ആ റെഡ് സാധനം അടിക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കും. അപ്പൊ തന്നെ നമ്മുടെ അണ്ണൻ അത് ഒറ്റ ഇടിക്കും. അപ്പൊ അത് മോളിക്ക് പോവും. നിന്റെ ബുദ്ധിയോ? ഈ വക ഐഡിയ ഒക്കെ നിന്റെ തലയിൽ വരണമെങ്കിൽ നിന്റെ ബ്രെയിൻ മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇവന്മാരുടെ കൂട്ടുകാരനായിട്ടുള്ള അടുത്ത അപരാധത്തിനും കാണിക്കും. മൂപ്പർക്ക് ഒരു വൈഫ് ഉണ്ട്. അവള് എല്ലാ റിലീജിയനിലുള്ള ആഘോഷങ്ങളും റാൻഡം ആയിട്ട് ചുമ്മാ ആഘോഷിക്കും. അത് അങ്ങനെ ഒരു സൈക്കോത്തി. അവൾക്ക് നമ്മുടെ അണ്ണനെ കാണുമ്പോ എന്നെ മൂടാവും. ഈ സിനിമയിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ആൾക്കാർ മൂടാണ്. പിന്നെ ഈ 2 അപരാധങ്ങളും കൂടി റൂമിൽ പോയിട്ട് ഓരോ അപരാധങ്ങൾ കാണിക്കും. നോക്കി ഗർഭമുണ്ടാക്കുന്ന ജാതിയാ. ഞങ്ങൾക്ക് കൊന്നേക്കാരുന്ന തോക്കിട്ട് अरे इन अंडों का सोचते रहेंगे तो मेरे अंडे ठंडे पड़ जाएंगे. അതും അശ്ലീല സാഹിത്യകാരന്മാരെ വരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനകളും. നിനക്കതിലൊരു ഭാവി ഉണ്ട് ട്ടോ മോനെ. പിന്നെ ഒരു 3 പേര് ഇവരുടെ വൈഫും കൂടിയിട്ട് ഇവരുടെ കൂട്ടുകാരന്റെ ബർത്ത്ഡേക്ക് പോവും. അവന്റെ പേരാണ് കാംരാജ്. സ്വാഭാവികം. പിന്നെ ഈ പാർട്ടി നടക്കണ അവിടെ ഒരു ചീഞ്ഞ് പുഴു വന്ന ലെവലിലുള്ള കുറച്ച് തമാശകൾ പറയും. എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാമരാജ് ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. അപ്പൊ മറ്റവന്മാരുടെ പെണ്ണുങ്ങൾ നിങ്ങളും ഡൊണേറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് ഇവന്മാര് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഇവന്മാര് തല കറങ്ങി വീഴും. കോമഡി ആക്ടിംഗ് കം ഓൺ ഫേസ്. അഭിനയം മുഖത്ത് വരണം. എക്സ്പ്രഷൻസ് കണ്ടോ? പല സൈസ് മണ്ടന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു മണ്ടനെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അവിടെ വെച്ച കാമരാജ് ഉമ്മാര് ഊക്കി വിടും. അപ്പൊ ആ കലിപ്പിൽ ഉമ്മാര് അവന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ പെണ്ണ് പോണ സമയത്ത് അവൻ എന്താ ചെയ്യണേന്ന് നോക്കും. അപ്പൊ അങ്ങോട്ട് ഒരു ലോഡ് പെണ്ണുങ്ങൾ വരും അവരാധിക്കാനായിട്ട്. ഇതെന്താടത്? ഇതെന്ത് പണ്ടാരോടേത്? പിന്നെ ഉമ്മാര് വീട്ടിൽ കയറിയിട്ട് കാമരാജിന്റെ പെണ്ണിനെ വിളിക്കും. അപ്പൊ അവൾ അങ്ങോട്ട് വന്നിട്ട് ഇതൊക്കെ എനിക്കറിയാം, എല്ലാ കൊല്ലം ഒരാഴ്ച ഇയാൾക്ക് അവരാധിക്കാനായിട്ട് ഞാൻ കൊടുക്കാറുണ്ട്, ആ ദിവസമാണ് ഇതെന്ന് പറയും. लव वीजा साल में 1 हफ्ते
എന്റെ മാഷെ ഒരു ചെറിയ മിന്നലെ പോയി പോയി. ഇത് കേൾക്കുമ്പോ തന്നെ ഇവര് ചാർജായിട്ട് ഞങ്ങൾക്കും പോണെന്ന് ഭാര്യമാരോട് പോയി പറയും. അവര് ഫസ്റ്റ് അങ്ങ് ദേഷ്യപ്പെട്ടെങ്കിലും പിന്നെ ഈ സിനിമ മുന്നോട്ട് പോകണമെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് അവര് സമ്മതിക്കും. പിന്നെ നമ്മുടെ താടിക്ക് പെണ്ണ് സെറ്റാവും. എന്നിട്ട് ഇവര് മൂടാവാൻ വേണ്ടിട്ട് സ്പ്രേ അടിക്കും. അപ്പൊ അപ്പുറത്തുള്ള VFX മൃഗങ്ങളൊക്കെ ഓടി വരും. അയ്യോ കോമഡി. പിന്നെ നമ്മുടെ യൂസണ്ണന് ഒരു പെണ്ണിനെ സെറ്റ് ചെയ്യും. എന്നിട്ട് അവള് കണ്ണ് കെട്ടും. എന്നിട്ട് ഒരു തള്ളേനെ പറഞ്ഞു വിടും. അടുത്ത കോമഡി. ഇവനൊക്കെ പാലിനകത്ത് പാറ്റ ഗുളിക കലക്കി കൊടുക്കാൻ ഇവിടെ ആരും ഇല്ലടാ. ഇവന്റെയൊക്കെ കോപ്രായം കണ്ട നമ്മ ചോര ഛർദ്ദിക്കും. പിന്നെ മറ്റവന് ഒരു മസാജ് ചെയ്യണ ഒരു പെണ്ണിനെ സെറ്റ് ചെയ്യും. എന്നിട്ട് മസാജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവള് ട്രാൻസ് ആണെന്ന് മനസ്സിലാവും. മൂന്നാമത്തെ കോമഡി. തീർന്നിട്ടില്ല തുടങ്ങാൻ പോണുള്ളൂ. प्रॉब्लम क्या है? डॉक्टर साहब मुझे एक जवान लड़की के साथ मजे करने हैं. ഇതാണോടാ സംസ്കാരം? लेकिन ऐसा करने से मौत हो जाएगी. मैं मरने को तैयार हूँ. അവനെനിക്ക് ഇഷ്ടമല്ല. അവന് എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് തന്നെ സത്ത് മണ്ണടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ കലാപരിപാടി ഒന്നും നടന്നില്ലെങ്കിൽ അവര് തിരിച്ച് വീട്ടിലെത്തുമ്പോ ഭാര്യമാര് ഇനി ഞങ്ങ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോവും. പിന്നെ ഉമ്മാര് ഭാര്യമാരെ ഫോളോ ചെയ്യും. ഒരു ചകിരി പെയിന്റ് അടിച്ച വിഗും മീശും വെച്ചിട്ട്. നന്നായിട്ട്. പിന്നെ ഉമ്മാരുടെ ഭാര്യമാര് ഒരു നല്ല ക്രഷിനെ അന്വേഷിച്ചോണ്ടിരിക്കണം. അപ്പൊ അങ്ങോട്ട് സെറ്റ് ബോഡിയിൽ ഒരാൾ അങ്ങോട്ട് വരും. അപ്പൊ ഈ സിനിമയുടെ റൈറ്റർ ഒരു ഗംഭീര കോമഡി തന്നെ അങ്ങ് എഴുതി വെക്കും. ഇത്രയും ചിരിക്കാൻ മാത്രം എനിക്കും തോന്നിയില്ല. പിന്നെ ബീച്ചിൽ കുറച്ച് കോഴികൾ വന്നിട്ട് അവളെ ശല്യം ചെയ്യും. അപ്പൊ അങ്ങോട്ടൊരു ജിമ്മൻ വന്നിട്ട് കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കും. അപ്പൊ ആ കോഴികളുടെ കണ്ണ് അവന്റെ കയ്യിലിരിക്കും. നിങ്ങൾ ചോദിക്കാതെ എങ്ങനെയാന്ന്, കാരണം ഇതൊരു പേട്ടപ്പഴാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ അവര് സെറ്റാവും. പിന്നെ ആ പിച്ചക്കാരന്റെ ലുക്ക് കണ്ടിട്ട് കലിപ്പായിട്ട് അവിടുത്തെ പോലീസുകാരൻ ഇവനിങ്ങനെ ഒടിച്ചു നുറുക്കിയിടും. പാവം ഒടിച്ചു നുറുക്കണ മാതിരി. നോ ലോജിക്, ഓൺലി അപരാധം. അങ്ങനെ ആ പെണ്ണുങ്ങൾ അവിടെയുള്ള ഒരാൾക്കാരെ കണ്ടിട്ട് അവരങ്ങ് സെറ്റാവും. പിന്നെ ആ പെണ്ണുങ്ങളെ ഡേറ്റ് ചെയ്യാൻ പോണ സമയത്ത് കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് ഉണ്ടാക്കിയ മരമൊക്കെ വെച്ചിട്ട് ആ പ്രാന്തന്മാർ അങ്ങോട്ട് വരും. എന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് അവനത് കാർഡ്ബോർഡ് ബോക്സ് ആണെന്ന് മനസ്സിലായില്ല പോലും. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. പിന്നെ അവന് മൂത്രം ഒഴിക്കാൻ മുട്ടും. എന്നിട്ട് ഇത്ര വലിയ വീടുണ്ടായിട്ട് അവൻ മൂത്രം ഒഴിക്കാനായിട്ട് വീട്ടിൽ പോവാണ്ട് ഈ മരത്തിന്റെ അവിടെ വന്നിട്ട് തന്നെ മൂത്രം ഒഴിക്കും. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. പിന്നെ അവൻ ഒന്നാമത്തെ മരത്തിന്റെ അവിടെ പോയി മൂത്രം ഒഴിക്കും. അപ്പൊ അവന്റെ മണി അടിച്ച് പൊളിക്കും. എന്നിട്ട് ബോധമില്ലാണ്ട് രണ്ടാമത്തെ മരത്തിന്റെ അവിടെ പോയി വീണ്ടും മൂത്രം ഒഴിക്കും. അപ്പൊ വീണ്ടും മണി അടിച്ച് പൊളിക്കും. എന്നിട്ട് ബോധമില്ലാണ്ട് മൂന്നാമത്തെ മരത്തിന്റെ അവിടെ പോയിട്ട് മൂത്രം ഒഴിക്കും. അപ്പൊ പാമ്പ് വിട്ട് കടിപ്പിക്കും. പിന്നെ ആ പാമ്പ് വെച്ച് ഇവര് കോമഡിയാണെന്ന് പറഞ്ഞ് കാട്ടി കൂട്ടിയ ഡയറക്ടറിനോട് റൈറ്ററിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്താടാ മോനെ, വിവരമൊന്നും ഇല്ലേ? ബുദ്ധി ഇല്ലേ? സ്കൂളിൽ പോയിട്ടില്ലേ? പൊട്ടനാണോ? പിന്നെ ഉമ്മാരൊക്കെ കൂടിയിട്ട് മറ്റേ പെണ്ണ് എന്നിട്ട് ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയിട്ട് രാത്രി പോവും. എന്നിട്ട് അവിടുത്തെ മെയിൻ സ്വിച്ചിന്റെ വയറൊക്കെ പൊളിച്ചെറിയും. എന്നിട്ട് കുറച്ചു നേരം കറണ്ടിനെ അപമാനിക്കും. പിന്നെ ആ ഷോക്കിന്റെ എഫക്റ്റ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് ഇട്ടിട്ടാണ് അവർ എഡിറ്റ് ചെയ്തേക്കണേ. തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? പിന്നെ മറ്റേ രണ്ടെണ്ണം കുതിരയുടെ വേഷമൊക്കെ ഇട്ടിട്ട് തെങ്കാശി പട്ടണത്തിലെ സീൻ അങ്ങനെ തന്നെ കോപ്പി അടിച്ചിട്ട് അവന്മാര് അങ്ങ് പോവും. എന്നിട്ട് കുതിരയുടെ ചവിട്ട് കിട്ടിയിട്ട് സൈഡാവും. പിന്നെ ഉമ്മാരുടെ ഈ വെറുപ്പിക്കൽ കണ്ടിട്ട് മറ്റവൻ തോക്കെടുത്തിട്ട് ഷൂട്ട് ചെയ്യും. അപ്പൊ അവിടുത്തെ ടാങ്കിലെ വെള്ളം പൊട്ടും. അപ്പൊ അവന്മാരത് ഡബിൾ മീനിങ് ആയിട്ട് നമ്മളെ കാണിക്കും. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോടെ. കുതിരവട്ടമല്ലല്ലോ. എന്താടാ ഈ കാട്ടി വെച്ചിരിക്കണേ? എന്റെ മുമ്പ് തൂങ്ങിച്ചത്. ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉമ്മാര് മൂന്നാമത്തെ പെണ്ണിനെ കാണാനായിട്ട് വേഷമൊക്കെ മാറിയിട്ട് തട്ടൊക്കെ ഇട്ട് പോകും. എന്നിട്ട് ഗർഭിണികളെയൊക്കെ കളിയാക്കും. ഒരു കവർ ഉള്ളിൽ വെച്ചിട്ട് അത് പൊട്ടിച്ചിട്ട് ഗർഭാണെന്നൊക്കെ പറഞ്ഞിട്ട് കോമഡി ആക്കിയിട്ട് ഉമ്മാര് അത് കളിയാക്കും. എൻ്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ ഞാൻ തൂറി എറിയും നിന്നെ. പിന്നെ ഇവിടെ ഈ കാട്ടിക്കൂട്ടണ പ്രാന്തം പരിപാടികളൊക്കെ ഇവന്മാരെ കാരണമെന്ന് മറ്റവന്മാർക്ക് മനസ്സിലാവും. എന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ വെച്ചിട്ട് തല്ലാവും. എന്നിട്ട് ഇസ്തിരി പെട്ടിയൊക്കെ വെച്ച് ഇവർ കാട്ടിക്കൂട്ടണ കോമഡി ഉണ്ട്. എന്ത് ചെയ്യുന്ന കോമഡിയാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവന്മാർ ഒരു ഒന്നാന്തരം വെറുപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് അത് കണ്ടാൽ മതി. എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് ഇട്ട തീട്ടവും ഉമ്മാര് വാരി തിന്നും. അത് കോമഡി ആക്കിയിട്ട് കാണിക്കും. പിന്നെ മറ്റവന്മാര് ഈ പ്രാന്തന്മാരെ എടുത്തിട്ട് തൂക്കും. സന്തോഷിക്കാൻ വരട്ടെ, അവന്മാരുടെ പെണ്ണുങ്ങൾ വന്നിട്ട് അവരെ രക്ഷിക്കും.
അത് കഴിഞ്ഞിട്ട് ആ പെണ്ണുങ്ങൾ വന്നിട്ട് ഈ പരിപാടികളൊക്കെ ഞങ്ങളാണ് അറേഞ്ച് ചെയ്തത്, ഇതൊക്കെ ഞങ്ങളുടെ ഐഡിയ ആണ്, ഞങ്ങളുടെ ആൾക്കാരാണെന്ന് അങ്ങ് പറയൂ. അങ്ങനെ പാഠം കഴിഞ്ഞു.